ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തൊരു സമയം. ആ ഒരു ടൈമിൽ ബിരിയാണി കഴിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തയ്യാറാക്കിയെടുക്കുന്നൊരു തട്ടിക്കൂട്ടൊരു നെയ്ച്ചോറിൽ തയ്യാറാക്കിയെടുക്കുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ കഴിക്കുമ്പോൾ ഒരു ബിരിയാണി ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, എന്നാൽ നെയ്ച്ചോറ് കഴിച്ചതിൻ്റെ ഒരു ഫീലും ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് ലഞ്ച് റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിക്കും ഫ്രൈക്കൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഞാൻ ഫ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്കുള്ള മാരിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചൊരു കൂട്ട് 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസൊന്നും പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നല്ല അടികട്ടിയുള്ള ഉരുളി അടുപ്പത്ത് ചുടിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്തുള്ള കൂട്ടാണ്. അതിൻ്റെ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 സവാള, നമ്മൾ എടുക്കുന്ന ഒരു ചിക്കനനുസരിച്ചിട്ട് വേണം സവാളയുടെയൊക്കെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു 1 കിലോയോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ. അതുകൊണ്ട് തന്നെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ ഒതുങ്ങി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഈ ഒരു കറിക്ക് നമ്മൾ ആദ്യപ്പോഴേ തന്നെ മുളക് പൊടി ചേർക്കല്ലേ. പണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എന്തോ തെറ്റിപ്പോയതാണ്. ഇപ്പോൾ കുറേ കാലം അങ്ങനെ ചെയ്യാറില്ല, കാരണം നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് പഠിച്ചല്ലേ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോട്ട് ചിന്തിച്ചില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ മുളക് പൊടി ഓർമ്മിക്കാതെ ഇട്ടതാണ് സംഭവം. പക്ഷേ നമ്മൾ മുളക് പൊടി അവസാനം ചേർത്താൽ മതി. അതിന് മുമ്പേ തന്നെ നമുക്ക് ഈ ഒരു മല്ലിപ്പൊടിയും പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാല ചേർത്തൊന്ന് വഴറ്റിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് വെള്ളമൊന്ന് കൂട്ടി വയ്ക്കണേ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്രേവിയിൽ വേണം നമ്മൾ കുറച്ചൊന്ന് റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നിൽക്കുന്നുണ്ട്. ചിക്കൻ കൂടെ ഒന്ന് റെഡി ആയി വരട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ഫ്ലേവർഫുള്ളായിട്ട് ആ ഒരു വെള്ളത്തിന് ആ ഒരു ഗ്രേവിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ, നെയ്യ് 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം രമ്പയിലല്ല എന്നിട്ട് നല്ല ബിരിയാണിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതിൻ്റെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള നീളത്തിന് മുറിച്ചത്, പിന്നെ ഹോൾ സ്പൈസസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള 2 കപ്പ് കൈമ റൈസാണ്. ഞാൻ അങ്ങനെ സോക്കൊന്നും വെച്ചിട്ടില്ല, കഴുകി നേരെ അങ്ങ് ഊറ്റി വെക്കാനാണ് ചെയ്തത്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളറൊന്നും ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ 1 കപ്പ് റൈസിന് ഞാൻ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒന്ന് കുറച്ചാനായിട്ടോ എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഇതിൽ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു വെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളച്ചുറങ്ങുന്ന സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാമേ. ഈ ഒരു ടൈമിൽ റൈസ് റെഡി ആയിട്ടില്ല എങ്കിലും നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ വെന്ത് വന്നിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/2 തൊട്ട് 3/4 നമ്മൾ അരിക്ക് എത്ര വെള്ളമാണോ കുറച്ച് വെച്ചത് ആ ഒരു അളവ് ആ ഒരു ഗ്രേവി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടപ്പ് കൊണ്ടടിച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കും. അതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് തന്നെ ഒരു ചിക്കൻ ഫ്രൈക്കും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കുള്ള പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോറൊന്ന് നോക്കിയ സമയത്ത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ തിളച്ച് വന്നിട്ടുള്ള ആ ഒരു ഓയിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ, അതിലേക്ക് നമുക്ക് ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് കോരിയിട്ട് അതും കൂടെ നമുക്കിനി റൈസിൻ്റെ മേലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് മല്ലിയില, പുതിനയില അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ നല്ലതായിരിക്കും. അപ്പോൾ ആ റൈസ് ഇവിടെ എന്തായാലും റെഡി, തട്ടിക്കൂട്ട് ബിരിയാണി പോലത്തെ ഒരു നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ സെയിം ഓയിലോട്ട് തന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഓയിലോട്ട് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കിത് ഒരു സൈഡിൽ നിന്ന് തിരിച്ച് വെച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഒരുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, എങ്കിലേ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടുള്ളൂ.
അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ ഒന്ന് റെഡിയായി വരട്ടെ, ഒന്ന് ഫ്ലെയിം കുറച്ചൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പായസം കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ലഞ്ചിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നെയ്യ് ഒഴിച്ചു, അതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതേ നെയ്യിലോട്ട് തന്നെ കുറച്ച് സേമിയ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. 2-3 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാകും. എന്നിട്ട് ഇതിലേക്ക് ഇതാ തിളപ്പിച്ചൊന്ന് വെച്ചിട്ടുള്ള പാലാണ്. അത് 1 ലിറ്റർ ഉണ്ട് കേട്ടോ പാൽ, 1 ലിറ്റർ. പിന്നെ എക്സ്ട്രാ ഞാൻ 1 കപ്പും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിപ്പോൾ ഒരു 1.5 കപ്പോളം സേമിയ കേട്ടോ, അതിലേക്കാണ് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പാൽ ഒഴിച്ച് അതൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കൻ ഒന്ന് റെഡി ആയതുകൊണ്ട് ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനെ ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയ കൂടെ തിളച്ചൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ആ പാലിൽ കിടന്ന് തന്നെ കുക്കായതുകൊണ്ട് നല്ല ഒരു തിക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്കൊരു 1/2 കപ്പോളം പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. മധുരം കുറച്ചാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ഏലക്ക കുത്തി പൊട്ടിച്ചതും പിന്നെ ഇതാ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തിളപ്പിച്ച പാൽ തന്നെയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റിന് നമുക്ക് പായസം സെർവ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറും പിന്നെ ഈന്തപ്പഴവും ലെമണൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അച്ചാറും പപ്പടവും, ആ ഒരു ചിക്കൻ കറിയും, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ. പിന്നെ ഈ ഒരു ചോറിന് ഒരു ചിക്കൻ കറിയുടെ ആവശ്യമേ ഇല്ല, ചിക്കൻ ഫ്രൈ മാത്രം വെച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.